നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. മന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്ര നിഷേധിച്ച നടപടി അത്യന്തം ദൗർഭാഗ്യകരമെന്ന് സംസ്ഥാന സർക്കാർ. പ്രതിഷേധം അറിയിച്ച് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അവഗണിച്ചുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന്റേത് തെറ്റായ നടപടി തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ്. കുവൈറ്റ് ദുരന്തത്തിൽ അനുശോചനം അർപ്പിച്ച സഭ. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി തിരുത്തേണ്ടവ തിരുത്തുമെന്ന് ബിനോയ് വിശ്വം. പരാജയത്തെ കണക്കുകൾ നിരത്തി ന്യായീകരിക്കാനില്ല. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF മത്സരിക്കുമെന്നും ബിനോയ് വിശ്വം. CPIM സംസ്ഥാന സമിതി യോഗം തുടരുന്നു. തലശ്ശേരിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ചത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് മുഖ്യമന്ത്രി. കുറ്റക്കാരായ 15 പേരെ അറസ്റ്റ് ചെയ്തെന്ന് മുഖ്യമന്ത്രി സഭയിൽ. ബോംബ് സംഭവത്തിൽ പരിഹാസവുമായി കെ സുധാകരൻ. മരിച്ചത് ചെറുപ്പക്കാരനല്ലല്ലോ വൃദ്ധനല്ലേ എന്ന് സുധാകരന്റെ ചോദ്യം. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പെൺകുട്ടിയെ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ്. പീഡനം നടന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവിധ ഇടങ്ങളിൽ വെച്ച്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഞായറാഴ്ച അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി തുടരും. അന്തിമ തീരുമാനം ഈ മാസം 30-ന് ചേരുന്ന അമ്മ ജനറൽ ബോഡിയിൽ. T20 ലോകകപ്പ് സൂപ്പർ 8 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് ദക്ഷിണാഫ്രിക്ക അമേരിക്കയെ നേരിടും. യൂറോ കപ്പിൽ ഇന്ന് ക്രൊയേഷ്യയും ജർമ്മനിയും സ്വിറ്റ്സർലൻഡും കളത്തിലിറങ്ങും. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് യാതൊരു ശുപാർശയും നൽകിയിട്ടില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് മനസുഖത്തിന് വേണ്ടിയെന്നും മന്ത്രി. കാക്കനാട് DLF ഫ്ളാറ്റിലെ രോഗബാധയുടെ കാരണം കണ്ടെത്താനായില്ല. 5 പേർ ഇപ്പോഴും ചികിത്സയിൽ. പരിശോധനാ റിപ്പോർട്ടുടൻ. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതി രാഹുലിന്റെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതി. എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ദില്ലിയിലും നോയിഡയിലും 24 മണിക്കൂറിനിടെ ഉഷ്ണതരംഗത്തിൽ 15 മരണം. 40-ലധികം പേർ ചികിത്സയിൽ കഴിയുന്നതായി റിപ്പോർട്ട്. ഉഷ്ണതരംഗം ബാധിച്ചവരിൽ ഭൂരിഭാഗവും തൊഴിലാളികളും റിക്ഷാക്കാരും. ഡിജിറ്റൽ സർവേയിലൂടെ കേരളം പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അസം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ ഈ സർവേ മാതൃകയെ പിന്തുടരുകയാണെന്നും മന്ത്രി. +1 അഡ്മിഷൻ ജൂൺ
ജൂൺ 21 പൂർത്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ജൂൺ 24 ക്ലാസുകൾ ആരംഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്നും മന്ത്രി. കേന്ദ്രത്തിനെതിരെ ഗുരുതര ആരോപണവുമായി ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ. അടിമകളെ പോലെയാണ് ലോക്കോ പൈലറ്റുമാരെ കാണുന്നതെന്ന് സംഘടനയുടെ ആരോപണം. ബീഹാറിലെ അരാരിയിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണു. 12 കോടി രൂപ ചെലവിൽ ബക്ര നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിമിഷപ്രിയയുടെ ജീവന് വേണ്ടി ധനസമാഹരണ യജ്ഞവുമായി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 3 കോടി രൂപ സമാഹരിക്കാൻ നീക്കം. ചെന്നൈയിൽ റോഡ് വക്കിൽ ഉറങ്ങുകയായിരുന്നവരുടെ മേൽ കാർ ഓടിച്ചു കയറിയ ആന്ധ്രയിലെ YSR കോൺഗ്രസ് എംപിയുടെ മകൾ. പരുക്കേറ്റവരിൽ ഒരാൾ മരിച്ചു. കാർ ഓടിച്ചിരുന്ന മാധുരി മദ്യപിച്ചിരുന്നതായി മരിച്ചയാളുടെ ഭാര്യ. തിരുവനന്തപുരം അമ്പൂരിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. അമ്പൂരി മായം കൊലൂത്ത് വീട്ടിൽ രാജയാണ് മരിച്ചത്. ഭർത്താവ് മനു പിടിയിലായതായി സൂചന. വയനാട് തുരങ്കപാത നിർമ്മാണ പ്രവർത്തനം ഈ വർഷം തുടങ്ങുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. UDF അധികാരത്തിലായിരുന്നുവെങ്കിൽ NH-66 മുടങ്ങിപ്പോയ പദ്ധതിയായി മാറുമായിരുന്നുവെന്നും മന്ത്രി. നീറ്റ് പരീക്ഷ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥി സംഘടനകൾ. ദില്ലിയിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇടത് വിദ്യാർത്ഥി സംഘടന ആവശ്യപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കോട്ടയം തിരുനക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തുറന്നെന്ന് നാട്ടുകാർ. കാത്തിരിപ്പ് കേന്ദ്രമോ ശൌചാലയമായോ ഇവിടെയില്ല. നഗരസഭയുടെ കെടുകാര്യസ്ഥിതിയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിർമ്മിച്ച പുതിയ ഡേ കെയർ, നവീകരിച്ച നീന്തൽക്കുളം എന്നിവയുൾപ്പെടെ 8 പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി ഡോക്ടർ R ബിന്ദു. 3 വർഷത്തിനകം 350 കോടിയോളം രൂപ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി. മാഹി റെയിൽവേ സ്റ്റേഷന് സമീപം തമിഴ്നാട് സ്വദേശി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ഫോട്ടോയും വീഡിയോയും പുറത്തുവിട്ട് പോലീസ്. അരിയലൂർ സ്വദേശി സുധാകരൻ കൊല്ലപ്പെട്ടത് മാർച്ച് 25-ന്. ആലുവയിൽ വൻ ലഹരിവേട്ട. 1 കോടി രൂപ വില വരുന്ന MDMA-യുമായി യുവതി പിടിയിൽ. പിടിയിലായത് ബംഗളൂരു മുനീശ്വര നഗർ സ്വദേശിനി സർമിൻ. മയക്കുമരുന്ന് പിടികൂടിയത് വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ. പൊതുപ്രവർത്തകനോട് മോശമായി പെരുമാറിയ കൊല്ലം അഞ്ചൽ സ്റ്റേഷനിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. നടപടി അഭിഭാഷകനായ CPIM പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ തെളിവെടുപ്പ്. മുഖ്യപ്രതിയായ സൊസൈറ്റി സെക്രട്ടറി രതീശൻ, കണ്ണൂർ സ്വദേശി ജബ്ബാർ എന്നിവരുമായാണ് അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. കാറടുക്കയിലെ സൊസൈറ്റി ഓഫീസിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്.
കേരളത്തിന്റെ സമ്പദ്ഘടന വിപുലീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ പരിജ്ഞാനം നേടുന്ന വിദ്യാർത്ഥികൾ നടത്തണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സാങ്കേതിക സർവകലാശാല ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് സെല്ലിന്റെയും IPR കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇൻഫോ പാർക്ക് കൊച്ചി ഫേസ് 1 B ഗ്രേഡ് ഗ്രൂപ്പിന്റെ വേൾഡ് ട്രേഡ് സെന്റർ 3ാം കെട്ടിട സമുച്ചയത്തിനായുള്ള കരാറിൽ ഒപ്പിട്ടു. ഇൻഫോ പാർക്കും B ഗ്രേഡ് ഗ്രൂപ്പും ചേർന്നാണ് കരാർ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. KSRTC ബസ് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഭിത്തിയിൽ ഇടിച്ചു നിർത്തി. അട്ടപ്പാടി ചുരത്തിലെ 10ാം മൈലിലാണ് സംഭവം. ആർക്കും പരുക്കില്ല. .28 ഗ്രാം കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ B ഷനൂബ്, M ഫസലുർ റഹ്മാൻ എന്നിവരെയാണ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ മുത്തങ്ങ പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വായനാ ദിനാചരണം സംഘടിപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി M വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അരുൺകുമാർ അധ്യക്ഷനായി. മൂന്നാറിൽ പട്ടയ വിതരണത്തിന് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ഇതിനായി ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിച്ചു. കാസർഗോഡ് സൗത്ത് തൃക്കരിപ്പൂരിൽ കിണറ്റിൽ വീണ പെരുമ്പാമ്പിനെ പിടികൂടി. ഒളവറയിൽ ആക്രിക്കച്ചവടക്കാർ താമസിക്കുന്ന വീടിന്റെ മുറിയിൽ കണ്ട പാമ്പ് കിണറ്റിൽ വീഴുകയായിരുന്നു. കാഞ്ഞങ്ങാട് റേഞ്ച് സ്നേക് റെസ്ക്യൂ അംഗം അനൂപെത്തി പാമ്പിനെ പിടികൂടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ മധ്യവയസ്കൻ പിടിയിൽ. കാഞ്ഞിരക്കാട് പാറയ്ക്കൽ അനിൽകുമാറിനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. .830 ഗ്രാം കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിൽ. പടിഞ്ഞാറത്തറ സ്വദേശി P മമ്മൂട്ടിയാണ് പിടിയിലായത്. ജോസ് തിയേറ്ററിന് പരിസരത്ത് വെച്ചാണ് ഇയാളെ പിടികൂടിയത്. കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി ഇതിനായി ഹൈക്കമാൻഡിനെ കാണാൻ സമയം ആവശ്യപ്പെട്ടു. കൊടുംചൂടിൽ എയർ കണ്ടീഷണർ പ്രവർത്തിക്കാത്തതിൽ ദുരിതത്തിലായ യാത്രക്കാർ. ദില്ലിയിൽ നിന്ന് ദർഭംഗയിലേക്കുള്ള സ്പൈസ് ജെറ്റിന്റെ യാത്രക്കാർ 1 മണിക്കൂറോളമാണ് എയർ കണ്ടീഷണർ ഇല്ലാതെ വിമാനത്തിനുള്ളിൽ കാത്തിരുന്നത്. ജമ്മു കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ബാരാമുള്ളയിലെ ഹാദിപ്പോരയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരുക്കേറ്റു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 54ാം പിറന്നാൾ. ദില്ലിയിലെ AICC ആസ്ഥാനത്തെത്തിയ രാഹുൽ ഗാന്ധിയെ പ്രവർത്തകർ പൂക്കളും മാലയും നൽകി സ്വീകരിച്ചു. രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലും കൊടികളും അലങ്കാരങ്ങളുമായാണ് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത്. മണിപ്പൂരിൽ CRPF ജവാന്മാരുമായി പോവുകയായിരുന്ന ബസ് കത്തിച്ചു. ഗാംഗ്ടോക്ക് ജില്ലയിലാണ് സംഭവം. ജവാന്മാരെ സുരക്ഷിതമാണെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ കേന്ദ്രസേനയെ പ്രദേശത്ത് വിന്യസിച്ചു.
ഫാം ഹൌസിൽ നിയമവിരുദ്ധമായി അലങ്കാര പക്ഷിയെ സൂക്ഷിച്ച സംഭവത്തിൽ കന്നഡ നടൻ ദർശൻ തൊടുകുദീപയ്ക്കെതിരെ നടപടിക്കൊരുങ്ങി വനം വകുപ്പ്. കഴിഞ്ഞ 1 വർഷമായി താരം പക്ഷിയെ സൂക്ഷിക്കുകയായിരുന്നു. കന്നഡ നടൻ ദർശൻ തൊടുകുദീപയുടെ മാനേജർ ശ്രീധർ ആത്മഹത്യ ചെയ്ത നിലയിൽ ഏകാന്തതയും സമ്മർദ്ദവുമാണ് മരണകാരണമെന്ന ആത്മഹത്യാ കുറിപ്പ്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ്. വാരണാസി, ചെന്നൈ, ജയ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 41 വിമാനത്താവളങ്ങളിൽ വ്യാജ ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് വ്യാജ ഭീഷണി സന്ദേശം ലഭിച്ചത്. ഭീഷണിയെ തുടർന്ന് സുരക്ഷ ശക്തമാക്കിയ അധികൃതർ. പ്രധാനമന്ത്രിയുടെ കശ്മീർ സന്ദർശനത്തിനോടനുബന്ധിച്ച് സുരക്ഷ ശക്തമാക്കി പോലീസ്. ശ്രീനഗറിനെ താൽക്കാലിക റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഡ്രോണുകളുടെ ഉപയോഗത്തിനും നിയന്ത്രണം. അമേരിക്കൻ പൗരന്മാരുടെ കുടിയേറ്റക്കാരായ പങ്കാളികൾക്ക് പൗരത്വം നൽകാൻ US. 5 ലക്ഷം പേർക്ക് പൗരത്വം നൽകുന്ന പദ്ധതി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ജോ ബൈഡൻ. ലക്ഷ്യം ഇമിഗ്രേഷൻ നിയമങ്ങൾ കാരണം വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്ന കുടുംബങ്ങൾക്ക് സഹായമാവുക. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വ്ളാഡിമിർ പുടിൻ ഉത്തര കൊറിയയിൽ ഒരു റഷ്യൻ ഭരണ തലവൻ എത്തുന്നത് 24 വർഷത്തിന് ശേഷം. കിം ജോങ് ഉൻ പുടിനെ സ്വീകരിച്ചത് സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി. യുദ്ധമുഖത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതായി ആരോപണം. യുദ്ധമുഖത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ 310 ആരോഗ്യ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്ന് ഗാസ. പലസ്തീൻ ആരോഗ്യ പ്രവർത്തകരുടെ നിലവിലെ അവസ്ഥ വെളിപ്പെടുത്താൻ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും ഗാസ. വഴിയരികിലൂടെ പോയ സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച മോഷ്ടാക്കൾക്ക് പണി പാളി. വസ്ത്രത്തിൽ കരുതിയ തോക്കുപയോഗിച്ച് വെടിയുതിർത്ത യുവതി പോലീസാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഓടി രക്ഷപ്പെട്ട മോഷ്ടാക്കൾ. സംഭവം അർജന്റീനയിൽ. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ അനുസ്മരിച്ച് കനേഡിയൻ പാർലമെന്റ്. നിജാറിന്റെ 1ാം ചരമവാർഷിക ദിനത്തിലാണ് അനുസ്മരണം. മൗനമാചരിച്ചായിരുന്നു കനേഡിയൻ പാർലമെന്റിലെ അനുസ്മരണം. ഇറാനിലെ ഖുറാസാൻ റദ്വി പ്രവിശ്യയിലെ കശ്മർ കൗണ്ടിയിൽ ഭൂചലനത്തിൽ 4 മരണം, 120-ലേറെ പേർക്ക് പരുക്കെന്ന റിപ്പോർട്ട്. ഭൂകമ്പത്തിൽ റിക്ടർ സ്കെയിലിൽ 5 തീവ്രത രേഖപ്പെടുത്തി. കനേഡിയൻ പൗരന്മാർക്കിടയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പൊതുബോധം മാറിയതായി സർവേ റിപ്പോർട്ട്. പൊതുജനാഭിപ്രായം ഇന്ത്യക്കെതിരായത് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവും ഇന്ത്യക്കെതിരെയുള്ള ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ. ഗാസയിലെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. അന്താരാഷ്ട്ര സമൂഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്നും സൗദി കിരീടാവകാശി. പാകിസ്ഥാനിൽ മാധ്യമപ്രവർത്തകൻ വെടിയേറ്റു മരിച്ചു. സംഭവം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ. ആക്രമണം നടത്തിയത് അജ്ഞാതരായ തോക്കുധാരികളെന്ന് റിപ്പോർട്ട്. കൊല്ലപ്പെട്ടത് ഖൈബർ ന്യൂസ് ചാനലിലെ ഖലീൽ ജിബ്രാൻ. ശസ്ത്രക്രിയക്കിടെ ഭാര്യ മരിച്ച സംഭവത്തിൽ പ്ലാസ്റ്റിക് സർജനായ 41-കാരൻ അറസ്റ്റിൽ. സംഭവം യുഎസിലെ ഫ്ലോറിഡയിൽ. ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് മരണമെന്ന് റിപ്പോർട്ട്.
കുവൈറ്റിൽ കെട്ടിട നിയമ ലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുന്നു. ഫ്ളാറ്റുകളുടെയും താമസയിടങ്ങളുടെയും ഭാഗമായുള്ള അനധികൃത നിർമ്മിതികൾ പൊളിച്ചു നീക്കിയ അധികൃതർ. കെട്ടിടങ്ങളുടെ ബേസ്മെന്റിലുള്ള എല്ലാ നിർമ്മിതികളും ഉടനടി നീക്കം ചെയ്യാൻ നിർദ്ദേശം. കുവൈറ്റിലെ അപ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്തിയ ആഭ്യന്തര മന്ത്രാലയം. ഗാർഹിക തൊഴിലാളി വിസയിലെത്തിയ നിരവധി പ്രവാസികൾ ഭവനചട്ടങ്ങൾ ലംഘിച്ച് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതായി കണ്ടെത്തൽ. തൊഴിലാളികളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ അധികൃതർ. UAE CBSE ക്ലസ്റ്റർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ അക്കാദമി ദുബായ് ജേതാക്കൾ. DPS ഷാർജയ്ക്ക് 2ാം സ്ഥാനം. അബുദാബി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന മത്സരങ്ങളിൽ മത്സരിച്ചത് 25 സ്കൂളുകളിൽ നിന്നുള്ള ടീമുകൾ. ദുബായിൽ മദ്യപിച്ച് ബഹളം വെച്ച സഹയാത്രികനെ പിടികൂടാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച യുവതിയെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം നാട് കടത്താൻ തീരുമാനം. ദുബായ് ക്രിമിനൽ കോടതി ശിക്ഷിച്ചത് യുക്രൈൻ യുവതിയെ. വിജയകരമായ രീതിയിൽ ഹജ്ജ് സംഘാടനം നിർവഹിച്ചതിന് സൗദി അറേബ്യയ്ക്ക് അഭിനന്ദനം അറിയിച്ച UAE ഭരണാധികാരികൾ. ഹജ്ജിനായുള്ള ക്രമീകരണങ്ങൾ നന്നായി നിർവഹിച്ചെന്ന് UAE പ്രസിഡന്റ്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.